നിങ്ങൾക്കറിയാമോ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ വാഹനത്തിന് എൻജിൻ നമ്പറും ചേസസ് നമ്പറും യഥാർത്ഥം നോക്കുക. മാത്രമല്ല, ഈ വാഹനത്തിന് ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഈ വണ്ടി നിലവിൽ അടവില്ല വാഹനം നോക്കുക. NOC നോൺ ഓബ്ജക്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ നോക്കുക. NOC ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാഹനം നമുക്ക് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റുള്ളൂ. ട്രാഫിക് അവയർനെസ്, ട്രാഫിക് വയലൻസ് നോക്കുക. ഈ വണ്ടിക്ക് ട്രാഫിക് പരമായിട്ട് വല്ല ചലാനുകളുണ്ടോ നോക്കുക. പിന്നെന്താ വെച്ചാൽ പൊല്യൂഷൻ ഉണ്ടോ നോക്കുക. ഈ വാഹനം ഓടിയിട്ടുള്ളത് നോക്കുക. 15 ദിവസത്തിന് ശേഷം എല്ലാ വാഹനങ്ങൾക്കുള്ള ഒരു റീരജിസ്ട്രേഷൻ ഉണ്ടാവും, അത് എടുത്തിട്ടുണ്ടോ ശ്രദ്ധിക്കുക. ഈ വാഹനത്തിൻ്റെ RC ഒറിജിനൽ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഈ ഒരു വാഹനം നിങ്ങൾ വേറൊരാളെ പേർക്കാണ് മാറ്റുന്നതെങ്കിൽ നിർബന്ധമായിട്ടും 200 രൂപേൻ്റെ സ്റ്റാമ്പ് പേപ്പർ വെച്ച് എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുകയായിരിക്കും ഒന്നും കൂടെ നന്നാവുക. പിന്നെ എന്താ വെച്ചാൽ, 2 കക്ഷികൾ തമ്മിൽ ഇടപാട് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എഗ്രിമെൻ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ 2 സാക്ഷികൾ മുഖാന്തരമായിട്ട് വാഹനം കൈമാറാൻ പരമാവധി. 15 കൊല്ലം കഴിഞ്ഞ വാഹനമാകുമ്പോൾ എന്തായാലും സ്വാഭാവിക ടാക്സ് ഉണ്ടോ നോക്കുക, ഗ്രീൻ ടാക്സ് നോക്കുക, സെസ് ഉണ്ടോ നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഒരു വാഹനത്തിൻ്റെ പേപ്പർ ഭാഗം നോക്കുന്ന കാര്യങ്ങളാണ്. വാഹനത്തിൻ്റെ കേടുപാടും മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ലൊരു വർക്ക്ഷോപ്പിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പിൽ, നിങ്ങൾക്ക് വിശ്വസ്തമായ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം.